കാരണം എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. നവംബർ 19-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ മോൻ ജന്മനാലെ ഒരു കാശ് പേഷ്യൻ്റാണ്. അതിന് മുമ്പേ എൻ്റെ നാത്തൂൻ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഒക്ടോബർ 12-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് മോന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായി 6 മാസം പ്രായമായപ്പോൾ മോൻ ന്യൂമോണിയ വന്ന് ഞങ്ങളോട് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് മോന് ഹൃദയത്തിന് ഒരു ഹോളുണ്ട്, പിന്നെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യുന്ന ഞരമ്പ് ഒന്നുമില്ല, അതുകൊണ്ടൊക്കെയാണ് മോനിങ്ങനെ ശ്വാസം മുട്ടലും പനിയും ഒക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 വയസ്സ് വരെ മോൻ ഇന്ന് ശ്വാസം മുട്ടലും പനിയും എല്ലാം ആയിരുന്നു. അത് കഴിഞ്ഞ് 15-20 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് മോന് ശ്വാസതടസ്സം ഉണ്ടായത്. ഞങ്ങളന്ന് ഈരാറ്റുപേട്ട ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോന് ഓക്സിജൻ താന്നു പോയി, ഒരുപാട് താന്ന് 35 ഉള്ളൂ, അതുകൊണ്ടൊക്കെയാണ് മോനിങ്ങനെ ശ്വാസതടസ്സം ഉണ്ടായത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു പെട്ടെന്ന് ICU കയറ്റിയിട്ടൊന്നും മോന് ഓക്സിജൻ ലെവൽ കയറുന്നില്ലായിരുന്നു. തീർത്തും അങ്ങ് അവശതയായി പോയായിരുന്നു എൻ്റെ മോന്. അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ മോൻ ICU കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്റർ എനിക്ക് ഈ അമ്മമാതാവിൻ്റെ പേപ്പർ എനിക്ക് തന്നു. ചേച്ചി മോൻ ICU കിടക്കുകയല്ലേ, ചേച്ചി ഇത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മോന് സൗഖ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ റൂമിൽ പോയിരുന്ന ആ പത്രം കൊണ്ടുവച്ച് മാതാവിനോട് കരഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചു, മാതാവേ എനിക്ക് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, അവനെ എനിക്ക് തിരിച്ചു തരണം, അവനില്ലാതെ എനിക്കൊരു ജീവിതമില്ലാന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ ഒരുമാതിരിയൊക്കെ നോർമലായി. എങ്കിലും ഓക്സിജൻ മാസ്ക് മാറാൻ പറ്റത്തില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും ഓക്സിജൻ മാസ്ക് ഇല്ലാതെ എൻ്റെ മോന് ശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. സ്വയം ശ്വസിക്കാനുള്ള ശേഷി എൻ്റെ മോന് പോയായിരുന്നു. വാൽവ് മൊത്തം ചുരുങ്ങിപ്പോയിട്ട് മോൻ ആകെപ്പാടെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച അവിടെ കിടന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ മോൻ അവസ്ഥ ഇനി എങ്ങനെയാണ്? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി മോൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ഓക്സിജൻ മാസ്ക് വെച്ചോണ്ട് വേണം കിടക്കാൻ. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയി. 26 വയസ്സേ ഉള്ളൂ എൻ്റെ മോന്. അത്രയും എൻ്റെ മോൻ ഇപ്പോഴേ ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് എത്ര നാൾ കിടക്കുമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് ആകെപ്പാടെ എൻ്റെ കരഞ്ഞു വിളിച്ചുള്ള സമയങ്ങളായിരുന്നു എനിക്കങ്ങ്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകുക, എത്ര പണമായാലും വേണ്ടിയാലും നമുക്ക് എങ്ങനെയാലുമൊക്കെ പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പലരോടും അന്വേഷിച്ച് എവിടെയാണ് നല്ലൊരു ഹോസ്പിറ്റലുള്ളത്. അപ്പം ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ കമ്പനിയിലെ ബോസാണ് പറഞ്ഞത്, ഇങ്ങനെ ആസ്ട്ര മെഡിസിറ്റി എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ നമുക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം, ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഞാൻ പോയില്ല, എൻ്റെ മോന് വയ്യാതെ കിടന്നുകൊണ്ട് ഞാൻ പോയില്ല. എൻ്റെ അനിയത്തിയും ആങ്ങളെയും കൂടെ പോയി ഡോക്ടറെ പോയി കണ്ടു. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, എൻ്റെ മോനെ 12-ാമത്തെ വയസ്സിൽ അമൃത ഹോസ്പിറ്റലിൽ നോക്കിയ ഡോക്ടർ തന്നെ അന്നത്തെ ദിവസം അവിടെ ചാർജ് എടുത്തു. ഞങ്ങളൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായി. അങ്ങനെ ആ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ എൻ്റെ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര കൂടുതലായല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് മോനെ നേരത്തെ സർജറി ചെയ്തില്ല എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരുന്നു സാറേ, ഞങ്ങൾക്ക് ആരും സഹായിക്കാനൊന്നുമില്ല, ഞങ്ങൾ തീരെ പാവങ്ങളാണ്, ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോയാണ് എൻ്റെ കൊച്ചിനെ വളർത്തുന്നത്, എനിക്ക് ഹസ്ബൻഡ് ഇല്ല. അങ്ങനെ ഞാനിങ്ങനെ നടന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്കൊന്ന് നോക്കാം, ഞാൻ പല ഡോക്ടർമാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ഡോക്ടറെ അവൾക്ക് അവളുടെ മോൻ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിനെയും കൊണ്ട് വാ, ആംബുലൻസേ വേണം ഞങ്ങൾക്ക് പോകാൻ, ഓക്സിജൻ മാസ്ക് വെച്ച് വേണം, 5 മിനിറ്റ് പോലും ഓക്സിജൻ മാസ്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് പോയി. ഒരു ദിവസം അവിടെ അഡ്മിറ്റായി ഞങ്ങൾ എക്കോയെ എടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കൊച്ചിന് ഹൃദയത്തിലേക്കുള്ള ചെറിയ ഞരമ്പുകളെല്ലാം പ്രവർത്തനരഹിതമായി പോയി. അവിടെ കൊച്ചിന് എന്തും സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ദിവസം കഴിഞ്ഞ് അഡ്മിറ്റായി. പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് സർജറിയുടെ ദിവസം അറിയിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പം ഡോക്ടർ ഞങ്ങളെ വിളിച്ചു, ഇങ്ങനെ ഒക്ടോബർ 30-ാം തീയതി നിങ്ങൾ വന്ന് അഡ്മിറ്റാക്കാം, നമുക്ക് ഡിസംബർ 1-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് പൈസ എവിടുന്നുണ്ടാകും എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെയും ഞങ്ങളെ മാതാവ് രക്ഷിച്ചു. മോന് സർജറിക്ക് വേണ്ടി പൈസ ഞങ്ങളെല്ലാം ഓരോരുത്തരും ഞങ്ങൾക്ക് തന്ന് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ പൈസ എല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. നവംബർ 30-ാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി. ഡിസംബർ 1-ാം തീയതി മോനെ സർജറി ചെയ്തു, ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് ഒന്നും തോന്നരുത്,
ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. കാരണം മോൻ്റെ ചെറിയ ചെറിയ ഞരമ്പുകളെല്ലാം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുകയില്ല. മോനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ആശുപത്രിയിൽ തന്നെ ഞാൻ പുറത്തെങ്ങനെയോ ഇറങ്ങി. ഞാൻ വലിയ വായിലേ കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, എന്നെ സഹായിക്കണം. എൻ്റെ മോന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോനെ ജീവനോടെ അല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകില്ല, അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മുന്നേ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തരണം, മോനില്ലാതെ എനിക്കൊരു ജീവിതമില്ല, അവനില്ലാത്ത ഭൂമിയിൽ ഞാനും ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയശ്രീ നമ്മൾ കൈ എങ്ങനെ കൊണ്ട് വെക്കുന്നു അങ്ങനെ എനിക്ക് ഷെയ്ക്കാൻ്റെ തരുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ വലത് കൈയിൽ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിച്ചപ്പോൾ ഞങ്ങളെ ഡോക്ടർ വിളിച്ചു. മോനൊരു കുഴപ്പമില്ല, എല്ലാം സർജറി എല്ലാം സക്സസ് ആയി, മോനെ വന്ന് കണ്ടുകൊള്ളാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മോനെ പോയി കണ്ടു, മോനും ഞങ്ങളെ കണ്ടു. ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയമായിപ്പോയി. എല്ലാം ഇതുപോലെ നോർമലായിട്ടുള്ള സർജറി ആദ്യമായിട്ട് ചെയ്യുവാന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സർജറി എല്ലാം കഴിഞ്ഞ് 3-ാം പക്കം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. ഇന്ന് ഈ നിമിഷം വരെ മോന് ഓക്സിജൻ മാസ്ക് വെക്കേണ്ടതായിട്ട് യാതൊന്നും വന്നിട്ടില്ല. മോന് സൗഖ്യപ്പെടുത്തി തന്നു മാതാവ്. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി മാതാവിന്. പിന്നെ ഞങ്ങളെ ഒരു കൂട്ടുകാരത്തെ നിമിത്തമാണ് ഞങ്ങളിവിടെ വരുന്നത് തന്നെ. അങ്ങനെ ഞങ്ങളെ പിന്നെ അതിന് മുന്നേ ഒരു ദിവസം, ഞങ്ങൾ ഈ സർജറിക്ക് മുന്നേ ഒരു ദിവസം ഞാനും എൻ്റെ മോനും തനിച്ചേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മുറ്റത്തുനിന്ന് കയറി വരുമ്പം ഒരു നിഴൽ രൂപം ഇറങ്ങിപ്പോകുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മുറിയുടെ ഭാഗത്ത്. അപ്പോൾ ഒരു ചാര നിറത്തിലുള്ള ഉടുപ്പ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ആളെ കണ്ടില്ല. അപ്പം ഞാൻ ഓടി കയറി വന്ന് ഞാൻ നോക്കിയാൽ മോൻ നല്ല ഉറക്കമാണ്. അത് കഴിഞ്ഞ് മോനോട് ഞാൻ ചോദിച്ചു, മോനെ ഇപ്പോൾ ആരെങ്കിലും മുറിയിൽ വന്നായിരുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ ആരെയും കണ്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം മോനെ കണ്ടു. ഞങ്ങളുടെ മുറ്റത്തോടെ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് ഒരു 10-11 മണി രാത്രിയായപ്പം അന്നും മോൻ പറഞ്ഞു, ആരാണ് നമ്മുടെ മുറ്റത്തോടെ വന്നമ്മേ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്നൊക്കെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാണ്. എൻ്റെ കുഞ്ഞൊക്കെ അന്നേരമൊക്കെ ഭയങ്കര ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു. ഓക്സിജൻ മാസ്ക് വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ എങ്ങനെ സഹിക്കും? അതെല്ലാം ഞാൻ തരണം ചെയ്ത് എൻ്റെ മോനിപ്പോൾ സുഖമായിട്ട് ഇവിടെ വന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ മോനെയും കൊണ്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുകയുള്ളൂ, അതിനുള്ള അവസരം മാതാവ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത്. ഇന്ന് എൻ്റെ മോൻ ഒരു കുഴപ്പമില്ല, ഇനിയും ഒരു സർജറിയും കൂടെ ഉണ്ട്. അത് 75% കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതും എൻ്റെ മാതാവ് സർജറി ഇല്ലാതെ മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ 6 നിയോഗങ്ങളിൽ വെച്ചത് ഒരു കാര്യം മാതാവ് എനിക്ക് 2 കാര്യം സാധിച്ചു. എൻ്റെ കൂടപ്പറപ്പുകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ തീർത്തും താഴ്ന്ന കുടുംബത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും, അതുമെല്ലാം ഒരുമാതിരി മാതാവ് മാറ്റി തന്നു. അങ്ങനെ ഒരുപാട് ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ മോനെ സർജറി ചെയ്ത് കിടന്ന സമയത്ത് മോന് യൂറിൻ പോകാതെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും കൊണ്ടുപോയി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് മോന് യൂറിനൊക്കെ പോയി. അതുപോലെ ചങ്കിന് വേദന ഉണ്ടായി. അപ്പോഴും എല്ലാം ഞാൻ ഈ മാതാവിൻ്റെ രൂപം ഈ തൈലവും കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി മോൻ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥനയൊക്കെ എന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് മോൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മാതാവിനും യേശുവിനും 100,000 നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.